30 യൂണിവേഴ്സിറ്റികളിൽ ഇതിനകം ശക്തമായ സമരങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. കൊളംബിയ യൂണിവേഴ്സിറ്റിയിലെ സെൻട്രൽ ഹാൾ ഹാമിൽട്ടൺ ഹാളിനെ അവർ ഹിൻസ് ഹോൾ എന്ന് പുനർനാമകരണം ചെയ്തു. ഇസ്രായേലിൻ്റെ മുന്നിലും ഉള്ളത് അമേരിക്ക തന്നെയാണ്. അമേരിക്ക വിചാരിച്ചാൽ ഇന്ന് അവസാനിപ്പിക്കാൻ കഴിയുന്ന ഒരു യുദ്ധമാണത്. അപ്പോൾ അത് അമേരിക്ക ചെയ്യുന്നില്ല എന്നിടത്താണ് അമേരിക്കയ്ക്കെതിരായി അമേരിക്കയാണ് ഇതിലെ ഒന്നാം പ്രതി എന്ന നിലയ്ക്ക് കുട്ടികൾ വിമർശനം നടത്തുകയും അവർ സമരരംഗത്ത് അണിനിരക്കുകയും ചെയ്യുന്നു. സ്വാഗതം ഇൻസൈറ്റിലേക്ക് ഒരിക്കൽ കൂടി. നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് വീണ്ടും ഗസയെക്കുറിച്ചാണ്. ഗസയിൽ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വംശഹത്യാ ശ്രമം ഏതാണ്ട് 6 മാസം എത്തുകയാണ്. ഒക്ടോബർ 7 ഹമാസിൻ്റെ ഒരു ആക്രമണത്തെ തുടർന്ന് ആരംഭിച്ച ഗസയെ ചുട്ടുപൊടിക്കുക എന്ന് പറയുന്ന പ്രക്രിയ അത് ഏതാണ്ട് 6 മാസം എത്തുന്നു. അപ്പോൾ ലോകത്തെ ഏതാണ്ട് ജനാധിപത്യ സമൂഹമോ അല്ലെങ്കിൽ ആ ജനാധിപത്യ സമൂഹത്തിൻ്റെ പ്രതിനിധികൾ എന്ന് അവകാശപ്പെടുന്ന ഭരണകൂടങ്ങളോ ഏതാണ്ട് നിശബ്ദമായിരിക്കുകയോ ഇസ്രായേലിൻ്റെ ക്രൂരകൃത്യങ്ങൾക്ക് പിന്തുണ നൽകുകയോ മൗനം കൊണ്ടെങ്കിലും പിന്തുണ നൽകുകയോ ചെയ്യുമ്പോൾ വിദ്യാർത്ഥി സമൂഹത്തിൽ നിന്ന് വലിയ പ്രതികരണങ്ങൾ ഉണ്ടായി വരികയാണ്. അതും തുടങ്ങപ്പെടുന്നത് അമേരിക്കയിൽ നിന്ന് തന്നെയാണ്. അമേരിക്കയിലെ കൊളംബിയ സർവകലാശാലയിൽ നിന്ന്, അവിടെ നിന്ന് അമേരിക്കയിലെ വിവിധ സർവകലാശാലകളിലേക്ക്, ആ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള സർവകലാശാലകളിലേക്ക് അത് വ്യാപിക്കുന്നു. അത് അവിടം കടന്ന് യൂറോപ്പിലെ പല രാജ്യങ്ങളിലെയും സർവകലാശാലകളിൽ വിദ്യാർത്ഥികൾ പ്രതിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. വിദ്യാർത്ഥികളെ നേരിടാൻ കലാപം നിയന്ത്രിക്കുന്ന പോലീസിനെ ഭരണകൂടം അയക്കുന്നു. വിദ്യാർത്ഥികളെയും അവരെ പിന്തുണയ്ക്കുന്ന അധ്യാപകരെയും മറ്റു ജീവനക്കാരെയും ഒക്കെ പോലീസ് വളരെ ക്രൂരമായി അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നതിൻ്റെ ദൃശ്യങ്ങളും ചിത്രങ്ങളും പുറത്തു വരുന്നു. ഇതോടുകൂടെ പ്രക്ഷോഭം, സമരം കൂടുതൽ വ്യാപിക്കുകയും ചെയ്യുന്നു. ഈ സാഹചര്യമാണ് നമ്മൾ സംസാരിക്കുന്നത്. നമുക്കൊപ്പം ഉള്ളത് ഡോക്ടർ പി ജെ വിൻസെൻ്റാണ്. ഈ അമേരിക്കൻ സർവകലാശാലകളിൽ ആരംഭിച്ച ഈ വിദ്യാർത്ഥികളുടെ പ്രതിഷേധത്തിന് അമേരിക്കൻ സർവകലാശാലകളുടെ വിദ്യാർത്ഥികളുടെ പ്രതിഷേധത്തിനൊരു ചരിത്രപരമായ പശ്ചാത്തലം കൂടിയുണ്ട്. ഇത് ഒരു ജനാധിപത്യ സമൂഹം ഈ പറയുന്ന ഒരു വംശഹത്യാശ്രമത്തിന് മുന്നിൽ നിശബ്ദരായി നോക്കി നിൽക്കുമ്പോൾ അതിനോട് വിയോജിക്കുന്ന ഒരു പുതിയ തലമുറയുടെ പ്രതിഷേധമായിട്ട് കാണണം. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ കാണണം. അതൊരു വളരെ പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസാണ്. എന്നാൽ ഒട്ടും പുതിയതല്ല താനും. 2011 ഒക്കുപ്പൈ വാൾ സ്ട്രീറ്റ് മൂവ്മെൻറ്റ് വളരെ വലിയ ഒരു പ്രസ്ഥാനമായിരുന്നു. വി ആർ 99% എന്നതായിരുന്നു അവരുടെ മുദ്രാവാക്യം. 1% വേണ്ടി 1% നടത്തുന്ന 1%ൻ്റെ ഭരണമാണ് അമേരിക്കൻ ഭരണകൂടം എന്നവർ റീഡിഫൈൻ ചെയ്തു ഡെമോക്രസി ഇൻ ദ അമേരിക്കൻ കോണ്ടസ്റ്റ് ഈസ് ഫോർ 1%, ബൈ 1% ആൻഡ് ഓഫ് 1%. അപ്പോൾ അവർക്ക് ബദലുകളില്ല എന്ന് പറയുന്ന കാലത്ത് സോഷ്യലിസം ഈസ് ദ ഒൺലി ആൾട്ടർനേറ്റീവ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അന്നത്തെ എൻകാമ്പൻ്റ്. അത് സുക്കോട്ടി പാർക്കിലായിരുന്നു ഏറ്റവും വലിയ എൻകാമ്പൻ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ സമാനമായ ദിവസങ്ങൾ നീണ്ടുന്ന സമരമായിരുന്നു. മാത്രമല്ല അത് ആഗോളതലത്തിൽ അതിന് പ്രതിഫലനമുണ്ട്. പിന്നീട് ഒക്കുപ്പൈ ലണ്ടൻ മൂവ്മെൻറ്റ് ആരംഭിച്ചു. യൂറോപ്പിലുള്ള പല യൂണിവേഴ്സിറ്റികളിലും ഇത്തരത്തിലുള്ള എൻകാമ്പൻ്റ് ഉണ്ടായി. സമാനമായൊരു ട്രാക്കിലാണ് ഇപ്പോൾ അമേരിക്കൻ യൂണിവേഴ്സിറ്റികളിൽ സമരം നടന്നുകൊണ്ടിരിക്കുന്നത്. 30 യൂണിവേഴ്സിറ്റികളിൽ ഇതിനകം ശക്തമായ സമരങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇപ്പം നെറ്റിൽ സോഴ്സിൽ നിന്നൊക്കെ കിട്ടുന്ന കണക്ക് പ്രകാരം 1300-ലധികം ആളുകളെ അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഇതിൻ്റെ എപ്പിസെൻറ്ററായിട്ട് പ്രവർത്തിക്കുന്ന കൊളംബിയ യൂണിവേഴ്സിറ്റിയാണ്. കൊളംബിയ യൂണിവേഴ്സിറ്റിയിലെ സെൻട്രൽ ഹാമിൽട്ടൺ ഹാളിനെ അവർ ഹിൻസ് ഹോൾ എന്ന് പുനർനാമകരണം ചെയ്തു. അപ്പം അത് കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഗസയിൽ കൊല ചെയ്യപ്പെട്ട ഒരു 6 വയസ്സുകാരി ഹിൻസ് റജബ് എന്ന പെൺകുട്ടിയുണ്ട്. ആ പെൺകുട്ടി വളരെ ക്രൂരമായ മരണമായിരുന്നു അത് ആ കുട്ടിയുടെ. അപ്പോൾ ആ കുട്ടിയുടെ പേരിൽ ആ ഹാള് പുനർനാമകരണം ചെയ്തു. അവിടെ വലിയ എൻകാമ്പൻ്റ് ആയിരുന്നു. അപ്പോൾ കൊളംബിയ യൂണിവേഴ്സിറ്റിയുടെ ന്യൂയോർക്ക് ക്യാമ്പസിൽ നിന്ന് മറ്റ് ക്യാമ്പസുകളിലേക്കും ഈ സമരം പടർന്നു. അതുപോലെ സിറ്റി യൂണിവേഴ്സിറ്റിയിലേക്ക് പടർന്നു, ഫദം യൂണിവേഴ്സിറ്റിയിലേക്ക് പടർന്നു. അതിനുശേഷം പ്രധാനപ്പെട്ട ഒരു സമരകേന്ദ്രമായി മാറിയത് കാലിഫോർണിയ യൂണിവേഴ്സിറ്റി. കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിൽ പക്ഷേ ഈ എൻകാമ്പൻറ്റിന് എതിരായിട്ട് അവിടുത്തെ ശക്തമായ ഒരു സമരം, പ്രത്യേകിച്ച് അവിടുത്തെ ഈ എക്സ്ട്രീം റൈറ്റ് വിങ് ഗ്രൂപ്പുകളാണ് ഈ ക്യാമ്പ് ചെയ്ത വിദ്യാർത്ഥികളെ ആക്രമിച്ചതെന്നാണ് കരുതുന്നത്. ഏകദേശം 2 മണിക്കൂറോളം ഇവർ തമ്മിലുള്ള ശക്തമായ സംഘർഷം അവിടെ ഉണ്ടായി എന്നും നിരവധി ആളുകൾക്ക് പരിക്കേറ്റെന്നൊക്കെയാണ് ഇൻ്റർനാഷണൽ മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പം അത് ഒരേ സമയം ഈ പ്രോ ഫലസ്തീനിയൻ മൂവ്മെൻറ്റിനെതിരായിട്ട് ആൻറ്റി ഫലസ്തീനിയൻ മൂവ്മെൻറ്റ് എന്ന നിലയിൽ
ഉള്ള ഒരു ധ്രുവീകരണം അവിടെ ഉണ്ടായി. പക്ഷേ അത് ക്യാമ്പസിലെ വിദ്യാർത്ഥികളല്ല എന്നും പുറമേ നിന്ന് വന്ന സംഘമാണ് ഈ കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിലെ എൻകാമ്പൻറ്റിനെ ആക്രമിച്ചതെന്നും ഒക്കെയാണ് റിപ്പോർട്ടുകൾ വരുന്നത്. അവിടുന്ന് അരിസോണ യൂണിവേഴ്സിറ്റിയിലേക്ക് യേൽ യൂണിവേഴ്സിറ്റി ക്യാമ്പസ്, ഇൻഡ്യാന യൂണിവേഴ്സിറ്റി ക്യാമ്പസ്, ന്യൂ ഓർലിയൻസിലെ യൂണിവേഴ്സിറ്റികൾ, അല്ല ഫ്ലോറിഡയിലെ യൂണിവേഴ്സിറ്റിയിലേക്കൊക്കെ ഈ സമരം പടർന്നിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഒരു പുതിയ ജനാധിപത്യ ബോധ്യത്തിലേക്ക് അവിടുത്തെ യുവതലമുറ മാറുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിൽ പക്ഷേ ഈ ഇപ്പം അറസ്റ്റ് ചെയ്തതിലും ഒക്കെ ഒരു വലിയ ശതമാനം മുസ്ലിം കുട്ടികളാണ്. അത് അവിടുന്ന് ഇപ്പോൾ ട്രംപിൻ്റെയൊക്കെ ചില റെസ്പോൺസസിൽ അത് വന്നിട്ടുണ്ട്. അതേസമയം ഈ ഒക്കുപൈ വാൾ സ്ട്രീറ്റ് മൂവ്മെൻറ്റിന് പിന്നെ അങ്ങനെയുള്ളൊരു തലമുണ്ടായിരുന്നില്ല. അപ്പോൾ അത് അവിടെയുള്ള അമേരിക്കൻ മുസ്ലിം ഗ്രൂപ്പുകളുടെ ഇടയിൽ നിന്നുള്ള ഒരു സമരം എന്ന നിലയ്ക്ക് അത് ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. ഒരു പക്ഷേ അത് ചില നെഗറ്റീവ് ഇമ്പാക്റ്റ് ചിലപ്പോൾ ഉണ്ടാക്കിയേക്കാം. എങ്കിലും ഇപ്പം ഈ കൊളംബിയ യൂണിവേഴ്സിറ്റിയുടെ കാര്യത്തിലാണെങ്കിൽ വളരെ വ്യത്യസ്തമായ ചിത്രമാണ്. അവിടെ കറുത്ത വംശജരും വെളുത്ത വംശജരും ഏഷ്യാറ്റിക് പീപ്പിളൊക്കെ അടങ്ങുന്ന എല്ലാ വിഭാഗത്തിലും പെട്ട വിദ്യാർത്ഥികൾ അവിടെ ഈ ഹാമിൽട്ടൺ ഹാളിൽ ഒത്തുചേർന്ന് അവിടെ എൻകാമ്പൻറ്റ് ചെയ്യുകയും ശക്തമായി അവിടുത്തെ യൂണിവേഴ്സിറ്റികളും ഇസ്രായേലുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും വിച്ഛേദിക്കണമെന്നാണ് അവരുടെ ആവശ്യം. മാത്രവുമല്ല ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് ഇസ്രായേലി മിലിറ്ററിയുമായി ബന്ധപ്പെട്ട് അമേരിക്കൻ യൂണിവേഴ്സിറ്റികൾ ഉണ്ടാക്കിയിട്ടുള്ള കരാറുകളും ഒരുമിച്ചുള്ള ഗവേഷണങ്ങളും മറ്റ് അക്കാദമിക പ്രവർത്തനങ്ങളൊക്കെ ഈ ജിനോസൈഡിൻ്റെ പശ്ചാത്തലത്തിൽ നിർത്തിവെക്കണം എന്നുള്ള ശക്തമായ ആവശ്യമാണ് അവർ ഉന്നയിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഇസ്രായേൽ മിലിറ്ററിയെ സഹായിക്കുന്ന അല്ലെങ്കിൽ ഇസ്രായേലിനെ സഹായിക്കുന്ന കമ്പനികളുമായിട്ടുള്ള ബന്ധം ഈ കോളേജുകളോ സർവകലാശാലകളോ ഉപേക്ഷിക്കണം എന്നൊക്കെയുള്ള ആവശ്യം അവർ ഉന്നയിക്കുന്നുണ്ട്. അതെ 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 അപ്പോൾ അതെല്ലാം ന്യായമായ ഒരു ആവശ്യമാണ്. ഒരു ഇസ്രായേൽ തന്നെ കേന്ദ്രീകരിച്ചിട്ട് ഈ ലിസാ തരാഖിയെ പോലെയുള്ള ആളുകളുടെ നേതൃത്വത്തിൽ ഒരു അക്കാഡമിക് ബോയ്ക്കൗട്ട് മൂവ്മെൻ്റ് ഉണ്ട്. അവർ ഈ ഇസ്രായേലിൻ്റെ മായിട്ടുള്ള അക്കാദമിക സഹകരണം അവസാനിപ്പിക്കുകയും അവരുടെ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാനും ഒക്കെയുള്ള ഒരു വലിയ മൂവ്മെൻറ്റാണ്. സമാനമായ രൂപത്തിലൊരു ഇസ്രായേൽ ബോയ്ക്കൗട്ട് മൂവ്മെൻ്റ് ആയിട്ടാണ് അമേരിക്കൻ ക്യാമ്പസുകളിൽ ഇത് വളർന്നു വരുന്നത്. പക്ഷേ അത് എത്രമാത്രം പ്രായോഗികമാകുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇവിടെ ഇസ്രായേൽ എന്ന് പറയുമ്പോൾ അമേരിക്കയിലെ ശക്തമായ ജൂത ലോബിയുടെ നിയന്ത്രണത്തിലാണല്ലോ അവിടുത്തെ വലിയ വ്യവസായ സ്ഥാപനങ്ങളും അതുപോലെ മിലിറ്ററി എസ്റ്റാബ്ലിഷ്മെൻറ്റൊക്കെ ഉള്ളത്. ഇതിലൊക്കെ ആ ഒരു ബന്ധമുണ്ട്. അപ്പം അത്തരം വലിയ മൾട്ടിനാഷണൽ കോർപ്പറേഷനുകളുമായിട്ടുള്ള ബന്ധം ഒഴിവാക്കിക്കൊണ്ട് അമേരിക്കൻ യൂണിവേഴ്സിറ്റികൾക്കൊന്നും നിൽക്കാൻ പറ്റില്ല. അമേരിക്കൻ യൂണിവേഴ്സിറ്റികളെല്ലാം ഈ ഒരു ലിങ്കേജസിലാണല്ലോ പ്രവർത്തിക്കുന്നത്. ഏതായാലും വിദ്യാർത്ഥികൾ ശക്തമായ സമരരംഗത്ത് വന്നിരിക്കുന്നു. ഒരു പക്ഷേ ഒരു ഏഷ്യൻ മേഖലയിലൊന്നും ഉണ്ടാവാത്ത തരത്തിലുള്ള വളരെ പോസിറ്റീവായ റെസ്പോൺസ് അവിടുത്തെ വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. കാരണം അവരാണല്ലോ നാളത്തെ പൗരന്മാർ. അപ്പോൾ അതുകൊണ്ട് യുവജനങ്ങളുടെയും വിദ്യാർത്ഥികളുടെ ഇടയിൽ ഉയർന്നു വരുന്ന ഈ പ്രതിഷേധം തീർച്ചയായിട്ടും സമാധാനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ശക്തമായ പ്രതിരോധമായിട്ട് ഞാൻ കാണുകയാണ്. ഈ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം ഉണ്ടെങ്കിലും ഇപ്പോൾ അമേരിക്കയിൽ പൊതുവിൽ നടത്തിയ സർവേയുടെ റിസൾട്ടുകളൊക്കെ വരുന്നത് 80% ആളുകളും ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ പല ഘട്ടങ്ങളിൽ വന്നിട്ടുണ്ട്. അവിടുത്തെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ആണെങ്കിലും ഇസ്രായേലിനെ അനുകൂലിക്കുന്നതാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇപ്പോൾ ജോ ബൈഡൻ ഡെമോക്രാറ്റുകളാണ് പിന്നെയും കുറച്ചും കൂടെയൊക്കെ ഭേദപ്പെട്ട നിലപാടെന്ന് നമുക്ക് വേണമെങ്കിൽ വിളിക്കാവുന്ന നിലപാടൊക്കെ ഈ കാര്യങ്ങളിൽ എടുക്കാറ്. പക്ഷേ ഇത്തവണ വളരെ ഔട്ട്റൈറ്റ് ആയിട്ടുള്ളൊരു സപ്പോർട്ട് ബെഞ്ചമിൻ നെതന്യാഹു സർക്കാരിന് ജോ ബൈഡൻ ഭരണകൂടം കൊടുക്കുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പുറത്ത് എതിർക്കാൻ വരുന്ന ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചാണെങ്കിൽ അക്കാര്യത്തിലൊരു സംശയവുമില്ല. അപ്പോൾ ഈ പൊളിറ്റിക്സിനിടയിൽ അവിടുത്തെ പ്രബലമായ ഈ രണ്ട് പൊളിറ്റിക്കൽ സംവിധാനങ്ങൾക്കിടയിൽ ഈ പുതിയ തലമുറയുടെ മുന്നോട്ട് വയ്ക്കുന്ന ഈ രാഷ്ട്രീയത്തിന് എത്രമാത്രം സ്വാധീനം ചെലുത്താൻ പറ്റും? അത് എത്രമാത്രം സ്വാധീനം ചെലുത്താൻ പറ്റുമെന്ന് നമുക്കിപ്പോൾ അങ്ങനെയൊന്ന് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും എന്നെനിക്ക് തോന്നുന്നില്ല. പക്ഷേ അത് മാത്രമാണ് ഏക പോംവഴി എന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പോൾ 90-കൾക്ക് ശേഷം ലോകത്തിലൊരു കൺസർവേറ്റീവ് റെവല്യൂഷൻ ഉണ്ടായല്ലോ. ആ ജനാധിപത്യ സ്ഥാപനങ്ങളിൽ നിന്ന് ജനാധിപത്യ ബോധത്തിൽ നിന്ന് ഒരു പിന്നോട്ട് പോക്ക്, വംശീയ ജാതീയ സ്വത്തുനിലയിലേക്കുള്ള ഒരു പിന്മടക്കം ഒക്കെ ഉണ്ടായി. അപ്പോൾ അതിൻ്റെ ഒരു പീക്കിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഹിന്ദു എഡിറ്റ് പേജിൽ ജോൺ ജെ കെന്നഡിയുടെ ഒരു ലേഖനം ഉണ്ടായിരുന്നു. അദ്ദേഹം പ്രൊഫസറാണ് ബാംഗ്ലൂർ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ. അപ്പോൾ അദ്ദേഹം ധാരാളം ഈ ഡെമോക്രസിയോടുള്ള ജനങ്ങളുടെ സമീപനത്തിൽ വന്ന മാറ്റം
സൂചിപ്പിക്കുന്നുണ്ട്. അത് യൂറോപ്പിലേക്കുള്ള വിവിധ ഗവേഷണ സ്ഥാപനങ്ങൾ നടത്തിയ ഗവേഷണങ്ങളെ അദ്ദേഹം കോട്ട് ചെയ്യുന്നുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട ഒരു ഇപ്പോൾ ഇന്ത്യയിൽ 2017 44% ആളുകൾ ജനാധിപത്യത്തിന് വേണ്ടി വാദിച്ചപ്പോൾ അത് 2023 36% കുറഞ്ഞു. അതുപോലെ ലോകത്തിലെ പിന്നോക്ക നിൽക്കുന്ന രാഷ്ട്രങ്ങളിലും മിഡിൽ ഇൻകം രാഷ്ട്രങ്ങളിലൊക്കെ 77% ആളുകൾ പറയുന്നത് ഞങ്ങൾക്ക് സ്ട്രോങ് ആയിട്ടുള്ള ലീഡർഷിപ്പ് വേണം എന്നാണ്. അതിൽ 15% ആളുകൾ മിലിറ്ററി ഡിക്റ്റേറ്റർഷിപ്പ് തന്നെ വേണം എന്ന് ആവശ്യപ്പെടുന്ന സാഹചര്യമുണ്ട്. അതുപോലെ ഈ വികസിത രാജ്യങ്ങളിലും സമാനമായ മാറ്റമുണ്ടാകുന്നു. അപ്പോൾ ഈ ഡെമോക്രാറ്റിക് കോൺഷ്യസ്നെസ്സിൽ വലിയ മാറ്റം ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ 55% ആളുകൾ ഒരു പ്രാതിനിധ്യ ജനാധിപത്യവും കൂടുതൽ വിപുലമായ ജനാധിപത്യവും ഒക്കെ ലോകത്തിൽ വളർന്നു വരണം എന്ന് 2017 കാലത്ത് വാദിച്ചത് 2023 ആകുമ്പോഴേക്കും അത് നിർണായകമായി കുറഞ്ഞു വരുന്നു. അപ്പം ഈ ഒരു റൈറ്റ് വിങ് മൂവ്മെൻറ്റ്, വലതുപക്ഷത്തേക്കുള്ള ഒരു ചായ്വ്, അതുപോലെ ഒരു യാഥാസ്ഥികത്വം, ഇതെല്ലാം ലോകത്തിൽ ശക്തിപ്പെടുകയാണ്. അതൊരിക്കലും ഈ ജനാധിപത്യത്തിന് ഭൂഷണമായ കാര്യമല്ല. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രതിഫലനം അമേരിക്കയിലുണ്ടാവും. അമേരിക്കൻ പൊളിറ്റിക്സിൽ നമ്മൾ ഇതിനു മുമ്പേ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ് ട്രംപിസമാണ്. അപ്പോൾ അതുകൊണ്ട് ട്രംപ് പരാജയപ്പെട്ടാലും ട്രംപിസം വിജയിച്ചു എന്ന് നമ്മൾ അന്നേ ഡിസ്കസ് ചെയ്തൊരു കാര്യമാണ്. അപ്പം ഇപ്പോഴും ആ ട്രംപിസം അമേരിക്കയിൽ മുന്നോട്ട് തന്നെയാണ്. അതുകൊണ്ട് പെട്ടെന്ന് ഒരു മാറ്റമൊന്നും ഇതുണ്ടാക്കും എന്ന് നമുക്ക് കരുതാൻ സാധിക്കില്ല. പക്ഷേ ഈ ഒരു ഭാഗത്ത് യാഥാസ്ഥികത്വവും ഫാസിസത്തോടുള്ള ആഭിമുഖ്യവും അതുപോലെ ഫെനാറ്റിസിസവും ഒക്കെ വളർന്നു വരികയും വിഭജിത രാഷ്ട്രീയത്തിന് കൂടുതൽ അംഗീകാരം ലഭിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പശ്ചാത്തലത്തിൽ പുതിയ ജനറേഷൻ്റെ ഇടയിൽ നിന്ന് ജനോസൈഡിനെതിരായിട്ട് അത് എവിടെയോ നടക്കുന്ന ഒരു കാര്യമാണ്. ഫലസ്തീനിലെ ഗസയിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ആ ക്യാമ്പസിലെ വിദ്യാർത്ഥികൾ രംഗത്ത് വരുന്നു എന്നുള്ളത് അത് ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാക്കും. ഇപ്പം നമ്മൾ നമ്പർ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ 2011 ഒക്കുപൈ വാൾ സ്ട്രീറ്റ് മൂവ്മെൻറ്റ് ഒരു ചെറിയ പ്രസ്ഥാനമാണ്. 1500 വളരെ കുറവാണ്. പക്ഷെ അതൊരു ആഗോള തലത്തിൽ അത് ചർച്ച ചെയ്യപ്പെടുകയും അതിനനുകൂലമായിട്ടുള്ള അഭിപ്രായ രൂപീകരണം ഉണ്ടാവുകയൊക്കെ ചെയ്തു. അത് പല സ്ഥലങ്ങളിലും പല രൂപത്തിലും അതിൻ്റെ പ്രതിഫലനങ്ങളുണ്ടായി. അസമാനമായ രൂപത്തിൽ ഇത് ഒരു സ്വാധീനം ചെലുത്തും എന്നാണ് ഞാൻ കരുതുന്നത്. ഈ വിദ്യാർത്ഥികളുടെ പ്രക്ഷോഭം അമേരിക്കയുടെ സാഹചര്യത്തിൽ വലിയ തോതിലുള്ള മാറ്റങ്ങൾക്ക് വഴിവെച്ചതിൻ്റെ ചരിത്രമുണ്ട്. ഇപ്പോൾ വിയറ്റ്നാം ആക്രമണ കാലത്ത് അതിനെതിരെ വലിയ പ്രതിഷേധം ഉയർത്തുന്നത് ക്യാമ്പസുകളിൽ നിന്നാണ്. അതിൽ തന്നെ കൊളംബിയ സർവകലാശാല ഒരു മുൻപന്തിയിൽ നിന്ന സ്ഥാപനവുമാണ്. പക്ഷേ അവിടെ ഡയറക്റ്റ് ഇൻവോൾവ്മെൻ്റ് ഉണ്ടായിരുന്നു അമേരിക്കയ്ക്ക്. അമേരിക്ക ഡയറക്റ്റായിട്ട് ആക്രമിക്കുകയായിരുന്നു. ഇവിടെ അങ്ങനെയല്ല. അമേരിക്ക പിറകിൽ നിന്നിട്ടാണ് ഇസ്രായേൽ യുദ്ധം ചെയ്യുന്നത്. അപ്പോൾ ഈ ഡയറക്റ്റ് ഇൻവോൾവ്മെൻ്റ് ഇല്ലാതിരിക്കുന്നതുകൊണ്ട് തന്നെ ഈ കുട്ടികളുടെ ആർഗ്യുമെൻറ്റിന് ഒരു പബ്ലിക് അക്സെപ്റ്റൻസ് കുറയാനുള്ളൊരു സാധ്യതയില്ലേ? അത് തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷേ ഈ അന്താരാഷ്ട്ര ബന്ധങ്ങൾ വിശകലനം ചെയ്യുന്ന ഏതൊരാൾക്കും മനസ്സിലാവും ഇസ്രായേലിൻ്റെ മുന്നിലും ഉള്ളത് അമേരിക്ക തന്നെയാണ്. അമേരിക്കയുടെ 51ാമത്തെ സ്റ്റേറ്റ് ആയിട്ടാണ് ഇസ്രായേലിനെ പരിഗണിക്കുന്നത് തന്നെ. അതുപോലെ ഈ യുദ്ധം ഇപ്പോൾ ഇറാൻ്റെ ഡ്രോൺ അറ്റാക്ക് വന്നു. 99% ഡ്രോണുകളും മിസൈലുകളും ആകാശത്ത് വെച്ച് തന്നെ നിർവീര്യമാക്കി. അത് ഇസ്രായേലല്ലോ ചെയ്തത്. അതിനകത്ത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, ഫ്രാൻസ്, UK, ജോർദാൻ, ഈ 4 രാജ്യങ്ങൾ സംയുക്തമായിട്ടാണ്. ജോർദാന് മേലെ പോയ മിസൈലുകളെ ജോർദാൻ വെടിവെച്ചിടുകയുണ്ടായി. അപ്പോൾ 1994 ജോർദാനും ഇസ്രായേലും തമ്മിൽ സമാധാന കരാറിൽ ഒപ്പിട്ട അറബ് രാജ്യമാണ്. അപ്പം ഈ ഇറാൻ്റെ ഇസ്രായേൽ അറ്റാക്കിനെ ഒരു സംയുക്ത സഖ്യമാണ് പ്രതിരോധിക്കുന്നത്. അതിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ഉണ്ട്, UK ഉണ്ട്, ഫ്രാൻസ് ഉണ്ട്, ജോർദാൻ ഉണ്ട്. ഇനി ഒരു ഫുൾ യുദ്ധമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈജിപ്ത് അടക്കമൊക്കെയുള്ള രാജ്യങ്ങൾ, ഒരുപക്ഷെ സൗദി അറേബ്യ ഒക്കെ ഇസ്രായേലിന് അനുകൂലമായി നിൽക്കാനാണ് സാധ്യത. അപ്പോൾ അത് ഈ യുദ്ധത്തിൻ്റെ രൂപം മാറിയിരിക്കുന്നു. അമേരിക്കയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു യോഗത്തിൽ മുഹമ്മദ് അബ്ബാസ്, അദ്ദേഹം ഫലസ്തീൻ അതോറിറ്റി പ്രസിഡന്റ്, അദ്ദേഹം പറയുകയുണ്ടായല്ലോ ഇസ്രായേലിനെ തടയാൻ കഴിയുന്ന ഏക രാജ്യം അമേരിക്കയാണ് എന്ന് ഗൾഫിൽ രാജ്യങ്ങളുടെ ഒരു യോഗത്തിൽ അദ്ദേഹം പറയുകയുണ്ടായി. അതൊരു ഫാക്റ്റാണ്. അപ്പോൾ മാത്രമല്ല ഇപ്പം സെനറ്റിൽ വലിയ സാമ്പത്തിക പാക്കേജ് കൊടുത്തു. അപ്പം ഇതെല്ലാം അമേരിക്കയുടെ പണം, അമേരിക്കയുടെ ആയുധങ്ങൾ, യുണൈറ്റഡ് നേഷൻസിൻ്റെ സെക്യൂരിറ്റി കൗൺസിൽ അമേരിക്കയുടെ വീറ്റോ,
അമേരിക്കയുടെ നയതന്ത്ര സപ്പോർട്ട്, ഇതെല്ലാമാണ് ഇസ്രായേലിനെ ഈ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്നതും ഇസ്രായേലിനെ ശാക്തീകരിക്കുന്നതും ഇസ്രായേലിനെ സംരക്ഷിച്ച് നിർത്തുന്നതുമായ ഘടകങ്ങൾ. ഇത് സ്വാഭാവികമായിട്ടും അന്താരാഷ്ട്ര ബന്ധങ്ങളെക്കുറിച്ച് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും രാഷ്ട്രീയ നിരീക്ഷകർക്കും ജേർണലിസ്റ്റുകൾക്കും ഒക്കെ അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ അമേരിക്ക വിചാരിച്ചാൽ ഇന്ന് അവസാനിപ്പിക്കാൻ കഴിയുന്ന ഒരു യുദ്ധമാണത്. അപ്പോൾ അത് അമേരിക്ക ചെയ്യുന്നില്ല എന്നിടത്താണ് അമേരിക്കയ്ക്കെതിരായി അമേരിക്കയാണ് ഇതിലെ ഒന്നാം പ്രതി എന്ന നിലയ്ക്ക് കുട്ടികൾ വിമർശനം നടത്തുകയും അവർ സമരരംഗത്ത് അണിനിരക്കുകയും ചെയ്യുന്നു. ഇത് പറയുമ്പോഴേ ഇപ്പോൾ അമേരിക്കയിൽ തുടങ്ങി ഇപ്പോൾ യൂറോപ്പിലെ പല രാജ്യങ്ങളിലെയും സർവകലാശാലകളിൽ വിദ്യാർത്ഥികൾ പ്രതിഷേധിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. ഫ്രാൻസ് ആകട്ടെ അതിനെ നേരിടാനായിട്ട് ഈ കലാപം അടിച്ചമർത്താൻ ഉപയോഗിക്കുന്ന പോലീസിനെ നിയോഗിക്കുന്നു. അതിന് സമാനമായ നിയമ ചട്ടങ്ങൾ അവിടെ പ്രാബല്യത്തിൽ വരുത്തുന്നു. ഇങ്ങനെ ഭയങ്കരമായ അടിച്ചമർത്താനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ്. കൗതുകരമായിട്ടുള്ളൊരു കാര്യം, സാധാരണ നിലയിൽ ഇത്തരം പ്രശ്നങ്ങളോട് വളരെ കുറച്ചുകൂടെ വൈകാരികമായി പ്രതീക്ഷിക്കുന്ന എന്താ പറയുക, അതിനോട് റിയാക്ട് ചെയ്യുന്ന ഇന്ത്യയിലെ സർവകലാശാലകളിൽ പൊതുവിൽ വലിയ ചലനങ്ങൾ ഇത് ഈ ഒക്ടോബർ 7 മുതൽ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കിയതായിട്ട് നമ്മൾ കാണുന്നില്ല. അവിടെയൊക്കെ വലിയ പ്രൊട്ടസ്റ്റുകൾ ഉണ്ടായിട്ടുണ്ട്. ചില സർവകലാശാലകളോ ചില കോളേജുകളോ ഒക്കെ ചില സെമിനാറുകളോ സംഭാഷണങ്ങളോ ഒക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അതൊരു എന്താ പറയുക, നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ളൊരു പ്രൊട്ടസ്റ്റായിട്ട് വളർന്നു വന്നിട്ടില്ല. ഇത് ഞാൻ ചോദിക്കുന്നത്, ഈ ജനാധിപത്യത്തെക്കുറിച്ചുള്ള നമ്മളുടെ സങ്കല്പങ്ങളിൽ ഇപ്പോൾ 36% കുറയുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ജനാധിപത്യം വേണോ വേണ്ടോ എന്നുള്ളത് 2017 നിന്ന് 2023 എത്തുമ്പോൾ 34% കുറയുന്ന ലോകത്താണ്. നമ്മുടെ യുവജനത ഇത്തരം കാര്യങ്ങളിൽ മുമ്പ് കാണിച്ചിരുന്ന ഒരു ജാഗ്രതയും മുമ്പ് കാണിച്ചിരുന്ന ഒരു പൊളിറ്റിക്കൽ കോൺഷ്യസ്നെസ്സും അത് കുറഞ്ഞു പോകുന്നുണ്ടോ? തീർച്ചയായിട്ടും വലിയ രൂപത്തിൽ കുറഞ്ഞു വരുന്നുണ്ട്. മാത്രമല്ല, ഇന്ത്യയിൽ ഇപ്പോൾ ഫലസ്തീൻ വിഷയം ഒന്നും ഭാരതത്തെ സംബന്ധിക്കുന്ന ഒരു വിഷയമേ അല്ല. അതിനനുകൂലമായോ പ്രതികൂലമായോ ഇവിടെ സമരം നടത്തുകയോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ള വാദത്തിന് പ്രോമിനൻസ് കിട്ടിയിട്ടുണ്ട്. അത് നാഷണൽ മീഡിയ പൂർണ്ണമായിട്ടും അങ്ങനെയാണ്. ഇന്ത്യ ഗവൺമെൻറ് സാങ്കേതികമായി ഒക്ടോബർ 7 അക്രമത്തെ ശക്തമായി അപലപിക്കുകയും പക്ഷേ പിന്നീട് അങ്ങോട്ട് ഒരു സമതുലിത നിലപാട് എടുക്കുകയൊക്കെയാണ് ചെയ്തത്. എങ്കിലും വളരെ ലളിതമായി പറഞ്ഞു കഴിഞ്ഞാൽ വി ആർ വിത്ത് ഇസ്രായേൽ ബട്ട് നോട്ട് അഗെയിൻസ്റ്റ് ഫലസ്തീൻ എന്ന് പറയുന്ന വളരെ ഒരു സേഫ് സോൺ പൊളിറ്റിക്സിലാണ്. കാരണം നമ്മളുടെ വെസ്റ്റ് ഏഷ്യയുമായിട്ടുള്ള ബന്ധങ്ങൾ, ഇസ്ലാമിക ലോകവുമായിട്ടുള്ള ബന്ധം, ഇറാനുമായിട്ടുള്ള ബന്ധം, ഇതിൻ്റെയൊക്കെ ഒരു ബന്ധ സമുച്ചയത്തിനകത്ത് നിന്ന് ആലോചിക്കുമ്പോൾ അത് വളരെ ടാക്ട്ഫുള്ളായിട്ടുള്ള ഒരു പൊസിഷനാണ്. അതേസമയം ഇന്ത്യയിലെ പൊളിറ്റിക്കൽ ഫോർമേഷൻസ് അങ്ങനെയല്ല. അതിപ്പോൾ റൈറ്റ് വിങ് പൊളിറ്റിക്കൽ ഫോർമേഷൻസ് എല്ലാം ബ്ലോക്കായി പ്രോ ഇസ്രായേൽ പൊസിഷനാണെന്ന് മാത്രമല്ല, അവർ TV ഡിസ്കഷനുകളിലൊക്കെ വളരെ ശക്തമായി ഇസ്രായേലിന് വേണ്ടി വാദിക്കുകയും ഇന്ത്യ ഇസ്രായേലിനൊപ്പമാണ് നിൽക്കേണ്ടത് എന്ന് പറയുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. മാത്രമല്ല, ഒരുപക്ഷെ കേരളത്തിനൊഴികെ മറ്റ് ഇന്ത്യൻ ക്യാമ്പസുകളിൽ ഒരു പ്രോ ഫലസ്തീൻ റാലിയോ ഒക്കെ നടന്നു കഴിഞ്ഞാൽ അത് ഒരുപക്ഷെ ഒരു നേരിട്ടുള്ള സംഘർഷത്തിലേക്ക് എത്തുന്ന സാഹചര്യം പോലുമുണ്ട്. ഒരു കമ്മ്യൂണൽ സംഘർഷത്തിലേക്ക് എത്താൻ പോലും പറ്റുന്ന രൂപത്തിലുള്ള റെജിമെൻറ്റേഷൻ ഇന്ത്യൻ ക്യാമ്പസുകൾ സംഭവിച്ചിട്ടുണ്ട്. ഇത് ഇന്ത്യയിൽ മാത്രം പ്രത്യേകതയല്ല. ഒരുപക്ഷെ ഈ ആഫ്രിക്ക ആയിരുന്നു, ആഫ്രോ ഏഷ്യൻ ജനതയായിരുന്നു ഈ 48 മുതൽ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ അറബ് ഇസ്രായേലി സംഘർഷത്തിൽ ഫലസ്തീനികൾക്ക് ഇപ്പോഴും ഒപ്പം നിന്നവരായിരുന്നു. പ്രത്യേകിച്ച് നോൺ അലൈൻമെൻറ്റ് മൂവ്മെൻറ്റ് ആസ് എ ഹോൾ എന്ന് പറയാം ലാറ്റിൻ അമേരിക്കയിൽ. ഇപ്പോൾ അത് പോയി. ഇന്നിപ്പോൾ ഏഷ്യൻ മേഖലയിൽ നിന്ന് ആ രീതിയിലുള്ള സപ്പോർട്ട് കിട്ടുന്നില്ല. ഏഷ്യയിൽ തന്നെയുള്ള അറബ് രാജ്യങ്ങൾ അത്തരം നിലപാടെടുക്കുന്നില്ല. ഏറ്റവും അധികം മുസ്ലിംസ് അധിവസിക്കുന്ന രാജ്യമാണ് ഇന്തോനേഷ്യ, അതുപോലെ മലേഷ്യ. ഇങ്ങനെയൊക്കെയുള്ള രാജ്യങ്ങളിൽ നിന്ന് ഫലസ്തീന് യാതൊരുവിധ പിന്തുണയും കിട്ടുന്നില്ല. അതുപോലെ ബംഗ്ലാദേശ്, ഇന്ത്യ, പാകിസ്ഥാൻ, ഈ 3 ബെൽറ്റ് എടുക്കുക. ഏകദേശം 50 കോടിയോളം മുസ്ലിമുകളുണ്ട് ഈ 3 രാജ്യങ്ങളിലായിട്ട്, ബംഗ്ലാദേശിലും ഇന്ത്യയിലും പാകിസ്ഥാനിലുമായിട്ട്. വലിയ ക്യാമ്പസ് മൂവ്മെൻറ്റ് ഇവിടെ ഒന്നും ഉണ്ടാകുന്നില്ല. ബംഗ്ലാദേശിലും ഇല്ല, പാകിസ്ഥാനിലും ഇല്ല. ഇന്ത്യയിലും റിലേറ്റീവ്ലി കുറവാണ്. അതേസമയം ശക്തമായി ഇപ്പോൾ അവർക്ക് വേണ്ടി വാദിക്കുകയും രംഗത്ത് വരികയും ചെയ്യുന്നത് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളും ആഫ്രിക്കൻ രാജ്യങ്ങളുമാണ്. അതിൽ സൗത്ത് ആഫ്രിക്കയാണ് കേസ് കൊടുക്കുന്നത്. അല്ലെങ്കിൽ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ, ഇപ്പം ബ്രസീൽ അടക്കമുള്ള രാജ്യങ്ങൾ അവരുടെ നയതന്ത്ര ബന്ധങ്ങൾ വിച്ഛേദിക്കുന്ന നിലയിലുള്ള തീരുമാനങ്ങളെടുത്തു. ഏറ്റവും അവസാനം കൊളംബിയ എടുത്തു. അപ്പം ഈ മാറ്റം പക്ഷേ ഏഷ്യയിൽ പ്രതിഫലിക്കുന്നില്ല. അതിന് പല കാരണങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നത് വിശാലമായ അടിസ്ഥാനത്തിലുള്ള ഒരു സുന്നി ഷിയ സംഘർഷം ഇതിൽ പ്രതിഫലിക്കുന്നുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അബ്രഹാമിക് അക്കോർഡും
അതുപോലെ ഉള്ള അപ്പോൾ ഇസ്രായേലിൻ്റെ ജോർദാൻ ബന്ധങ്ങൾ, ഇസ്രായേലിൻ്റെ ഈജിപ്ത് ബന്ധങ്ങൾ, ഇസ്രായേൽ UAE ബന്ധങ്ങൾ, ഇത് മൂന്നും നോർമലൈസ് ചെയ്യപ്പെട്ടു. അതുപോലെ സൗദി അറേബ്യയുമായിട്ടും മറ്റ് അറബ് രാജ്യങ്ങളുമായിട്ടുമുള്ള ഇസ്രായേലിൻ്റെ ബന്ധങ്ങൾ വളരെ ഊഷ്മളമായി തുടരുകയാണ്. ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇസ്രായേലിൻ്റെ വിരുദ്ധ നിലപാടെടുക്കുന്ന ശക്തമായൊരു അറബ് രാഷ്ട്രം എന്ന് പറയുന്നത് ഖത്തർ മാത്രമാണ്. പിന്നെ ടർക്കിയുണ്ട്. ടർക്കിയെ പക്ഷേ അറബ് രാജ്യമല്ല. മറ്റൊന്നത് ഇറാനാണ്. ഇറാൻ ഷിയ രാജ്യമാണ്, അറബ് രാജ്യവുമല്ല. ഷിയ നോൺ അറബ് കൺട്രിയാണ്. അപ്പോൾ ഈ ഒരു വിഭജനം ഒരുപക്ഷെ അതിൻ്റെ റിഫ്ലക്ഷൻസ് ഒരുപക്ഷെ ഈ മുസ്ലിം പോപ്പുലേഷൻ വലിയ രൂപത്തിലുള്ള ഏഷ്യയിലെ മറ്റിതര രാജ്യങ്ങളിലും വരുന്നുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇത്തരത്തിലുള്ള. പിന്നെ മറ്റൊരു കാര്യം, ഒരുപക്ഷെ ഈ രാജ്യങ്ങളിലൊക്കെ ഏറിയ തോതിലും ഒക്കെ ഈ ഇസ്ലാമിക റാഡിക്കലൈസേഷൻ്റെ പ്രശ്നങ്ങൾ അവർ അഭിമുഖീകരിക്കുന്നുണ്ട്. അപ്പം ഈ പ്രോ ഹമാസ് പൊസിഷൻ എടുക്കുകയോ അല്ലെങ്കിൽ പ്രോ ഫലസ്തീൻ പൊസിഷൻ എടുക്കുന്നത് തങ്ങളുടെ രാജ്യത്തിനകത്ത് റാഡിക്കൽ ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പുകളുടെ മുറയിൽ വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട് എന്നൊക്കെയുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾ കൂടി ഇതിൻ്റെ കാരണമായി വരുന്നുണ്ട്. ഇത് ഒരു കാര്യം കൂടി. ഇപ്പോൾ അമേരിക്കയിൽ ഈ മൂവ്മെൻറ്റ് നടക്കുന്നതിനൊപ്പം തന്നെ അമേരിക്കൻ ജനപ്രതിനിധി സഭ ഒരു നിയമം പാസ്സാക്കുന്നുണ്ട്. ആൻറ്റി സെമറ്റിക് എന്നുള്ളതിൻ്റെ നിർവചനം കൂടുതൽ വിപുലപ്പെടുത്തിക്കൊണ്ട് ഒരു നിയമം പാസ്സാക്കുന്നത്. അത് ഇനിയിപ്പോൾ സെനറ്റിൻ്റെ പരിഗണനയ്ക്ക് വരാൻ പോകുന്നത്. ജനപ്രതിനിധി സഭയിൽ വലിയ ഭൂരിപക്ഷത്തിലാണത് പാസ്സാകുന്നത്. ഈ സംഘർഷങ്ങൾക്കിടയിലാണെങ്കിൽ ജൂയിഷ് വംശജർക്കെതിരായ അല്ലെങ്കിൽ ജൂതവംശജരായ വിദ്യാർത്ഥികൾക്കെതിരെ വലിയ അധിക്ഷേപം ഉണ്ടായി. ഞങ്ങൾക്ക് ഇവിടെ ഭയം തോന്നുന്നു എന്ന് ജൂയിഷ് വിദ്യാർത്ഥികൾ പറയുന്ന സാഹചര്യം ഇതൊക്കെ കാണുന്നുണ്ട് നമ്മൾ. അപ്പോൾ ഇതിനൊരു വംശീയ തലം വേറെ ഉണ്ട് എന്നുള്ളത് സമ്മതിക്കേണ്ടി വരും നമുക്ക്. പക്ഷേ എങ്കിൽ പോലും ഇപ്പുറത്ത് നിൽക്കുന്ന എന്താ പറയുക വംശഹത്യാശ്രമവും അതിൻ്റെ ഒരു ഭീമാകാര സ്വരൂപവും നമ്മൾ പരിഗണിക്കുമ്പോൾ ഇത് വളരെ തുലവും തുച്ഛമായൊരു കാര്യമാണ്. പക്ഷേ അമേരിക്കൻ ജനപ്രതിനിധി സഭ ഇതിനിടയിലാണ് ഈ നിയമം പാസ്സാക്കുന്നത്. അതിനെതിരെ സിവിൽ ലിബർട്ടീസ് പൗര അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുന്ന സംഘടനകളൊക്കെ പറയുന്നത് ഇത് എന്താ പറയുക അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യത്തെ നിഹനിക്കുന്ന ബില്ലാണ്, ഇത് പിൻവലിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കാത്ത വിധത്തിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞ ട്രംപിസം അതിൻ്റെ പല മാനിഫെസ്റ്റേഷൻസ് ആയിട്ട് അമേരിക്കയിൽ എന്താ പറയുക പിടിമുറുക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ കരുതണം. അതിൻ്റെ ഭാഗമായിട്ടാണോ ഈ നിയമം ഒക്കെ വരുന്നത്? തീർച്ചയായിട്ടും അതെ. ട്രംപേരിക്ക് ഒരു യാഥാർത്ഥ്യമാക്കി ആയി മാറിയല്ലോ. അതിന് അമേരിക്കക്കകത്ത് തന്നെ ഈ അവരുടെ ഒരു ക്രിസ്ത്യൻ സ്വത്തും വളരെ പ്രധാനപ്പെട്ടതാണ്. അമേരിക്ക ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ നമ്മൾ സെക്കുലർ ആണെന്ന് പറയുമ്പോഴും അവരുടെ ക്രിസ്ത്യൻ കൾച്ചറൽ ഐഡൻറ്റിറ്റി അവർ ശക്തമായി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അത് അമേരിക്ക പ്രൊട്ടസ്റ്റൻ്റ് ക്രിസ്ത്യൻ കൺട്രി എന്ന നിലയ്ക്കുള്ള അതിൻ്റെ ഐഡൻറ്റിറ്റി എപ്പോഴെങ്കിലും അവർ മുന്നോട്ട് വയ്ക്കാതിരുന്നിട്ടുണ്ടോ? അവരെപ്പോഴും ദൈവത്തിൻ്റെ നാമത്തിലും ക്രിസ്തുവിൻ്റെ നാമത്തിലും ബൈബിളിലും ഒക്കെ തൊട്ടിട്ടുള്ള സത്യപ്രതിജ്ഞയൊക്കെയല്ലേ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അവർ സെക്കുലർ എന്ന് പറയുമ്പോഴും അവരുടെ പൊളിറ്റിക്കൽ ഐഡൻറ്റിറ്റിയുടെ അന്തർധാരയായി ഈ പ്രൊട്ടസ്റ്റൻ്റ് ഐഡൻറ്റിറ്റി പ്രവർത്തിക്കുന്നുണ്ട്. അതിനെ പലപ്പോഴും അവിടുത്തെ റൈറ്റ് വിങ് പൊളിറ്റീഷ്യൻസ് മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട്, വളരെ ഫലപ്രദമായി ഉപയോഗിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഇതിനു മുമ്പ് തന്നെ ഈ ക്രിസ്ത്യൻ സയനിസത്തെക്കുറിച്ചൊക്കെ സംസാരിച്ചിരുന്നല്ലോ. അപ്പം ഈ പോപ്പ് വളരെ സ്ട്രോങ് ആയി ഫലസ്തീനെ പിന്തുണയ്ക്കുന്നതിൻ്റെ ഒരു കാര്യം എന്താ വെച്ചാൽ ഈ കത്തോലിക്ക രാജ്യങ്ങൾ കുറച്ചുകൂടെ ലിബറലാണ് ഈ ഫലസ്തീൻ കോസിനോട്. അതേസമയം പ്രൊട്ടസ്റ്റൻറ്റുകൾ വളരെ ശക്തമായി ഇസ്രായേലിനൊപ്പമാണ്. അതുകൊണ്ട് പോപ്പിന് വേണമെങ്കിൽ പറയാം, കാരണം ലാറ്റിൻ അമേരിക്ക എന്നൊക്കെ ഈ പ്രോ ഫലസ്തീനിയൻ ഇതൊക്കെ വരുന്നതിൻ്റെ കാര്യം ലാറ്റിൻ അമേരിക്ക കാത്തലിക് മൂവ്മെൻറ്റിൻ്റെ നിൽക്കുന്നതുകൊണ്ടുകൂടിയാണ്. അതെല്ലാം കാത്തലിക് സ്റ്റേറ്റ്സ് ആണല്ലോ. ലാറ്റിൻ അമേരിക്ക പൂർണ്ണമായിട്ടും കത്തോലിക്ക രാജ്യങ്ങളാണ്. അപ്പോൾ അതേസമയം ഈ പ്രൊട്ടസ്റ്റാന്റിസം അത് വളരെ ശക്തമായിട്ടുള്ള ഒരു പ്രോ ജൂയിഷ് പൊസിഷനിൽ നിൽക്കുന്നുണ്ട്. ഈ പ്രോ ജൂയിഷ് പൊസിഷനെ വളരെ എളുപ്പം പ്രോ സയനിസ്റ്റ് പൊസിഷനായി ട്രാൻസ്ലേറ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പം നമ്മൾ ഇന്ത്യയിലൊരു സോഫ്റ്റ് ഹിന്ദു ആയിട്ട് നിൽക്കുന്ന ഒരാളെ പൊളിറ്റിക്കലി ഹിന്ദുത്വമാക്കി മാറ്റുക എന്നുള്ളത് അത്ര എളുപ്പം വിഷമമുള്ള കാര്യമല്ല. അതേപോലെ ഒരു ട്രാൻസ്ഫോർമേഷൻ നമ്മൾ പല ഘട്ടങ്ങളിലായിട്ട് നമ്മളിങ്ങനെ കണ്ടുകൊണ്ട് വന്നുകൊണ്ടിരിക്കുന്ന അപ്പം അതുകൊണ്ട് അമേരിക്കയിൽ ഇത് സാധ്യമാകും. അതുകൊണ്ട് ഈ ജൂത താല്പര്യങ്ങളെ സംരക്ഷിക്കാൻ അല്ലെങ്കിൽ സയനിസ്റ്റ് ഇസ്രായേലിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ അവർ സെമിറ്റിസം എന്നുള്ള ആശയത്തിൽ മാറ്റം വരുത്താനും ഒക്കെ തയ്യാറാകും. കാരണം ആൻറ്റി സെമിറ്റിസം എന്ന് പറഞ്ഞാൽ പൊതുവേ ശക്തമായി വെറുക്കപ്പെടുന്ന ഒരു പൊസിഷനാണ് യൂറോ അമേരിക്കൻ ലോകത്ത്. അതുകൊണ്ട് അതിൻ്റെ ഒരു ആവരണം സംരക്ഷണം യഥാർത്ഥത്തിൽ ഇസ്രായേലിന് വലിയ സഹായം ചെയ്യും.
അപ്പം അതുകൊണ്ട് ഇസ്രായേലിൻ്റെ എല്ലാ ചെയ്തികളെയും ന്യായീകരിക്കുന്ന വിധത്തിൽ ഈ ആൻറ്റിസെമിറ്റിസത്തിൻ്റെ വ്യാഖ്യാനം വിപുലീകരിച്ചാൽ വളരെ എളുപ്പം ഇസ്രായേലിന് അനുകൂലമായ അഭിപ്രായ രൂപീകരണം നടത്താൻ പറ്റും, പബ്ലിക് ഒപ്പീനിയൻ മേക്ക് ചെയ്യാൻ പറ്റും. ഇതാണ് അവരുടെ തന്ത്രം. മറ്റത് മുഴുവൻ ഒരുപക്ഷെ എന്താ പറയുക നിയമവിരുദ്ധമോ, ഇപ്പോൾ നമ്മൾ ഇവിടെ ഇരുന്ന് സംസാരിക്കുമ്പോൾ വേണമെങ്കിൽ രാജ്യവിരുദ്ധമോ എന്നൊക്കെ വേണമെങ്കിൽ വ്യാഖ്യാനിച്ചെടുക്കാൻ എളുപ്പമായിരിക്കും. അതെ അതെ, വളരെ എളുപ്പം അത് സാധിക്കുകയും ചെയ്യും. അതാണ്. അതേസമയം ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ റഫ ഇതിനു മുമ്പ് നമ്മൾ പലപ്പോഴും ഡിസ്കസ് ചെയ്തതിൽ നിന്ന് വ്യത്യസ്തമായി അവിടെ കരയുദ്ധം ഏകദേശം നടക്കും എന്നുള്ളതാണ് നിലവിലുള്ള ഇൻഫർമേഷൻ. പല സ്റ്റേറ്റ്മെൻറ്റുകളും അനലൈസ് ചെയ്യുമ്പോഴും ഇസ്രായേലി സൈന്യത്തിൻ്റെ പ്രിപ്പറേഷൻസ് പരിശോധിക്കുമ്പോഴും ഒക്കെ റഫേൽ കരയുദ്ധം എന്തായാലും നടത്തും എന്നുള്ളിടത്തേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഒരു പക്ഷേ ഈ ഇറാനുമായിട്ടുള്ള ഈ സംഘർഷം പോലും റഫ യുദ്ധത്തിനുള്ള മുന്നോടിയാണ് എന്ന് കരുതേണ്ടി വരും. കാരണം ഇറാനെയും അതിൻ്റെ പ്രോക്സികളെയും ചെങ്കടലിലും അതുപോലെ ഹോർമൂസ് കടലിടുക്കിലും പേർഷ്യൻ ഗൾഫ് മേഖലയിലൊക്കെ അമേരിക്കയും UK-യും ഫ്രാൻസും ഒക്കെ ചേർന്ന നാറ്റോ സഖ്യം തടയുകയും പൂർണ്ണമായും ഇസ്രായേലി സൈന്യത്തിന് ഗസയിൽ പ്രത്യേകിച്ച് റഫ മേഖലയിലേക്ക് കേന്ദ്രീകരിക്കാനുള്ള ഒരു സാഹചര്യ സൃഷ്ടി, അതിനുള്ള ഒരു മൂവ്മെൻ്റ് ആയിരുന്നു ഇത് എന്ന് കരുതുന്നതിൽ തെറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരുപക്ഷെ ഇറാൻ ഇസ്രായേൽ സംഘർഷം അത് ഒരു സുപ്രഭാതത്തിൽ സ്വാഭാവികമായി ഉണ്ടായതല്ല, മറിച്ച് ഈ റഫ ആക്രമണത്തിന് പറ്റുന്ന ഒരു സാഹചര്യം ഇസ്രായേലി സൈന്യത്തിന് പൂർണ്ണമായി അവിടെ കേന്ദ്രീകരിക്കാൻ പറ്റുന്ന ഒരു മറ ഒരുക്കുന്നതിന് വേണ്ടിയാണോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പം ഈ ഗസയിലെ അറ്റാക്കിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇസ്രായേൽ പൂർണ്ണമായിട്ടും ലെബനിൽ നിന്ന് 2000-ൽ പിൻവാങ്ങിയതാണ്. 2005-ൽ ഇസ്രായേൽ പൂർണ്ണമായി ഗസയിൽ നിന്ന് പിൻവാങ്ങി. ഇപ്പോഴും ഇസ്രായേലിന് ടെറിട്ടോറിയൽ ഇൻട്രസ്റ്റ് ഇല്ല ഗസയിൽ. അവിടെയാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. ആ പ്രദേശം കീഴടക്കണമെന്നോ അത് ഇസ്രായേലിനോട് കൂട്ടിച്ചേർക്കണമെന്നോ അവിടെ ഇസ്രായേലി സെറ്റിൽമെൻറ്റ് സ്ഥാപിക്കണമോ എന്ന യാതൊരു താല്പര്യവും ഇസ്രായേലിന് ഇന്നേ വരെ ഇല്ല. അതായത് വെസ്റ്റ് ബാങ്കിലുള്ള താല്പര്യം, വെസ്റ്റ് ബാങ്ക് പക്ഷേ ജൂതയാണ്, പഴയ ജൂതയാണ് വെസ്റ്റ് ബാങ്ക്. അതുകൊണ്ട് വെസ്റ്റ് ബാങ്ക് അവർക്ക് വിട്ടുകൊടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ വിട്ടുകൊടുക്കേണ്ട കാര്യവുമില്ല. ഇപ്പോൾ തന്നെ വെസ്റ്റ് ബാങ്കിൻ്റെ 67% അവരുടെ കയ്യിലാണ്, ഇസ്രായേലിൻ്റെ കയ്യിലാണ്. അത് ബാക്കിയും കൂടി അവർ ടെക്നിക്കലി ഇനിയിപ്പം വെസ്റ്റ് ബാങ്കിലുള്ള മുഹമ്മദ് അബ്ബാസോ ഇനിയിപ്പം ആര് വിചാരിച്ചാലും ഫലസ്തീൻ അതോറിറ്റി വിചാരിച്ചാലൊന്നും അവിടെയുള്ള ഇസ്രായേലിൻ്റെ സ്വാധീനത്തെ കുറയ്ക്കാൻ പറ്റില്ല. കാരണം അത്രയധികം മനുഷ്യരുമായി അവിടെ അത്രയധികം സെറ്റിൽമെൻറ്റുകളുണ്ട്. ഈ സെറ്റിൽമെൻറ്റുകളുടെ ഒരു ചിലന്തി വലയ്ക്കകത്താണ്. അവിടെ യഥാർത്ഥത്തിൽ ഫലസ്തീനിയൻ സെറ്റിൽമെൻറ്റുകളെല്ലാം എൻക്ലേവുകളായിട്ടാണ്. ഇറ്റ് ഈസ് സറൗണ്ടഡ് ബൈ എയ്തർ ജൂയിഷ് സെറ്റിൽമെൻറ്റ്സ് ഓർ ബൈ IDF. അപ്പോൾ ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സിൻ്റെ വലയത്തിനകത്താണ് ഇതെല്ലാം. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഈ വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്നത് അവർക്കൊരു വിഷയമല്ല. ഗസ പക്ഷേ അവർക്ക് വിഷയമായിരുന്നു. അതുകൊണ്ടാണ് അവർക്ക് അവരുടെ സെറ്റിൽമെൻറ്റുകൾ സംരക്ഷിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായത്. 2005 അവർ സെറ്റിൽമെൻറ്റുകളെല്ലാം ഡിസ്മാൻഡിൽ ചെയ്ത് അവർ പിന്നോട്ട് പോന്നു. ഇപ്പോൾ കഴിഞ്ഞ ഒക്ടോബർ 7 ശേഷം അവരുടെ അക്രമത്തിൻ്റെ ഒരു രീതി നോക്കൂ. അവർ ആ പ്രദേശം മുഴുവനും വാസയോഗ്യമല്ലാതാക്കുക. ഫാഷിസത്തിൻ്റെ ഒരു തന്ത്രമാണ്. ആദ്യം കോൺസെൻട്രേറ്റ് ചെയ്യുക, ഡിസ്ട്രോയ് ചെയ്യുക എന്നുള്ളതായിരുന്നല്ലോ. അപ്പോൾ പണ്ട് നമ്മൾ കൊളോണിയലിസത്തെ കുറിച്ച് പറയുമ്പോൾ ഡിവൈഡ് ആൻഡ് റൂൾ എന്നാണ് പറയുക. ഇപ്പോൾ ഇവിടെ ഡിവൈഡ് ആൻഡ് ഡിസ്ട്രോയ് എന്നാണ്. അപ്പോൾ അവർ ഈ വെസ്റ്റ് ബാങ്കിനെയും ഗസേനെയും തമ്മിൽ ഡിവൈഡ് ചെയ്തു. അത് 2006-ൽ തന്നെ ആ ഡിവിഷൻ സാധ്യമാക്കി. ഇനിയിപ്പം ഗസയിലേക്ക് ഇപ്പോൾ അവർ ചെയ്തതെന്താ വെച്ചാൽ നോർത്തേൺ ഗസയിൽ നിന്നും സെൻട്രൽ ഗസയിൽ നിന്നുള്ള മനുഷ്യരെ മുഴുവൻ ഇപ്പോൾ ഗസയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തു. ദ കോൺസെൻട്രേഷൻ ഹാസ് ഹാപ്പൻഡ്. എന്നിട്ട് ആ പ്രദേശങ്ങൾ മുഴുവനും വാസയോഗ്യമല്ലാത്ത വിധത്തിൽ ബോംബ് ചെയ്ത് തകർത്തു. കഴിഞ്ഞ ദിവസം യുണൈറ്റഡ് നേഷൻസിൻ്റെ ഒരു കണക്ക് പറഞ്ഞത് 15 വർഷം മിനിമം എടുക്കും തകർന്നടിഞ്ഞ കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാൻ. എന്ന് വെച്ചാൽ അവിടെ ഇനി മനുഷ്യവാസം സാധ്യമല്ല, ആ രൂപത്തിൽ തകർന്ന് അടിഞ്ഞിരിക്കുന്നു. അതേസമയം ഇനിയിപ്പോൾ ആകെപ്പാടെ അവിടെ സർവൈവ് ചെയ്യാൻ പറ്റുന്ന ഏക പോയിൻ്റ് റഫയാണ്. റഫയിലിപ്പം നേരത്തെ സൂചിപ്പിച്ചല്ലോ 14 ലക്ഷത്തോളം മനുഷ്യർ അവിടെ എത്തിയിട്ടുണ്ട്. അവർ ക്യാമ്പ് ഡൊല്ലേഴ്സാണ്. 11 ലക്ഷം മുതൽ 14 ലക്ഷം വരെ, 14 ലക്ഷം എന്ന് തന്നെ കരുതുക. അപ്പോൾ അവർക്കിനി പോകാൻ സ്ഥലമില്ല. അപ്പോൾ ഇസ്രായേൽ IDFൻ്റെ ഒരു വാദം എന്ന് വെച്ചാൽ ഇനി 18 ബറ്റാലിയനുകളെ ഞങ്ങൾ തകർത്തു, ഇനിയിപ്പോൾ ഉള്ളത് 6 ബറ്റാലിയനിലാണ് ഹമാസ് പോരാളികളുള്ളത്. അവരുടെ എൻക്യാമ്പ്മെൻറ്റ് മുഴുവൻ ഇവിടെയാണ്. അവർ എൻക്യാമ്പ് ചെയ്തിരിക്കുന്നത് റഫേലാണ്.
അപ്പോൾ അവിടേക്ക് അറ്റാക്ക് ചെയ്യണമെന്നാണ്. ഇനിയിപ്പോൾ അവിടേക്കൊരു ഒരു സൈന്യത്തിൻ്റെ നീക്കവും കൂടി ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ പറയുന്ന 23 ലക്ഷം മനുഷ്യരും അവരുടെ നിലനിൽപ്പ് വലിയ പ്രതിസന്ധിയിലാകും. പക്ഷേ അതും കൂടെ കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താ വെച്ചാൽ ഈ ഗസ എന്ന് പറയുന്നത് പൂർണ്ണമായും ഒരു ഉഷരഭൂമിയായി മാറും. അവിടെ ഗസ കേന്ദ്രീകരിച്ച് ഇസ്രായേലിനെ ഒരിക്കലും ഇനി അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല. അവിടെ ഒരു ആൻറ്റി ഇസ്രായേൽ ഫോഴ്സിന് വളർന്നു വരാൻ ഇനി സാധ്യമാവില്ല. അപ്പോൾ അതിൻ്റെ അണ്ടർഗ്രൗണ്ട് തുരങ്കങ്ങൾ മുഴുവനും തകർക്കുകയും ഒരു വലിയ ഡിസ്റ്റൻസ് ഇസ്രായേലി സെറ്റിൽമെൻറ്റുകളുമായി വരുന്ന പ്രദേശം മുഴുവൻ ഊഷരമായി ഇടുകയും ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവിടെ ഇനി ഒരു സെറ്റിൽമെൻറ്റ് സാധ്യമാവില്ല. അപ്പം ഈ റഫയിലേക്കുള്ള അക്രമം ശക്തമാണ്, അതുണ്ടാകും എന്നുള്ളത് നമ്മളെക്കാൾ നന്നായി അറിയാവുന്നത് ഒരുപക്ഷെ അമേരിക്കയിലുള്ള ക്യാമ്പസിലെ വിദ്യാർത്ഥികളായിരിക്കും. അതുകൊണ്ട് ഇന്ന് ലോകത്ത് നടക്കുന്നത് ഈ റഫയിൽ ഇസ്രായേൽ കരസൈന്യം ഇറങ്ങിയാൽ ഉണ്ടാവുന്ന വലിയ സംഘർഷം, നമ്മൾ അതുക്കും മേലെ എന്ന് പറയില്ലേ, ഇപ്പോൾ 35,000 ആളുകൾ മരണപ്പെട്ടു. അതിൻ്റെ ഔദ്യോഗിക കണക്ക് മാത്രമാണ്. അത് തന്നെ സഹിക്കാൻ വയ്യാതെ തല മരച്ചിരിക്കുകയാണ് ലോക ജനത. ജനാധിപത്യ ബോധമുള്ള ഒരു മനുഷ്യന് ഇതൊന്നും സഹിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇതിനിപ്പോൾ വരാൻ പോകുന്നത് നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത മനുഷ്യക്കുരുതിയായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരുപക്ഷെ അമേരിക്കൻ ക്യാമ്പസുകളിൽ നിന്ന് ഒരുപക്ഷെ അവസാനത്തെ ആത്മബോധവും ആയുധമാക്കി പോരാടുക എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, ആ രീതിയിൽ അവിടെയുള്ള ജനാധിപത്യ ബോധമുള്ള വിദ്യാർത്ഥികൾ രംഗത്ത് വന്നിരിക്കുന്നത് എന്നാണ് ഞാൻ കരുതുന്നത്. അതാണ് തുടരുന്ന വംശഹത്യാ ശ്രമം അതിൻ്റെ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് അടുക്കുമ്പോൾ അത് തടയുക എന്ന ഉത്തരവാദിത്വം ജനാധിപത്യ ബോധമുള്ള മനുഷ്യന്മാർക്കെല്ലാം ഉണ്ട്. അവർ നിശബ്ദരായിരിക്കുമ്പോൾ ക്യാമ്പസുകൾ ആ ശബ്ദം ഉയർത്തുകയാണ്. അതിൻ്റെ അനുരണനങ്ങളാണ് നമ്മൾ അമേരിക്കയിലെ സർവകലാശാലകളിൽ നിന്ന് മറ്റ് യൂറോപ്യൻ സർവകലാശാലകളിൽ നിന്നൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇൻസൈറ്റിൻ്റെ എപ്പിസോഡുകൾ പൂർത്തിയാവുന്നു. മറ്റു എപ്പിസോഡുമായി വീണ്ടും കാണാം.